ഡൽഹിയിലെ റാവൂസ് IAS സ്റ്റഡി സർക്കിളിലെ വെള്ളക്കെട്ടിൽ മരിച്ചവരിൽ മലയാളിയും. എറണാകുളം സ്വദേശി നെവിൻ ഡാൽവിൻ ഉൾപ്പെടെ 3 വിദ്യാർത്ഥികളാണ് ഇന്നലെയുണ്ടായ അപകടത്തിൽ മരിച്ചത്. കൂടുതൽ വിദ്യാർത്ഥികൾ മരിച്ചിട്ടും അധികൃതർ മറച്ചുവെക്കുന്നുവെന്നാരോപിച്ച് IAS സ്റ്റഡി സർക്കിളിന് മുമ്പിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുകയാണ്. സ്ഥലം സന്ദർശിക്കാനെത്തിയ സ്വാതി മലിവാൾ MPക്കെതിരെ വിദ്യാർത്ഥികൾ ഗോ ബാക്ക് മുദ്രാവാക്യം മുഴക്കി. ലൈബ്രറിയിലേക്കുള്ള ഗേറ്റ് തകർന്ന് ഓടയിൽ നിന്ന് വെള്ളം ഇരച്ചു കയറിയാണ് അപകടമുണ്ടായതെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. 40ഓളം പേർ സംഭവ സമയത്ത് ബേസ്മെന്റിലെ ലൈബ്രറിയിൽ ഉണ്ടായിരുന്നെന്നും വിദ്യാർത്ഥികൾ 24-നോട് പ്രതികരിച്ചു. ഒരു 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു മഴ, അതിനുശേഷം വളരെ ശക്തമായ ഒരു വെള്ളക്കെട്ട് ഉണ്ടാവുകയും വെള്ളം നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറത്തേക്ക് ഉയരുകയും ചെയ്തു. അപ്പം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു ഗേറ്റ് ഉണ്ടായിരുന്നു, ഗേറ്റാണ് വെള്ളം തടഞ്ഞു നിർത്തിയിരുന്നത്. ആ ഗേറ്റ് ബ്രേക്ക് ആവുകയും അത്രയും തടഞ്ഞു നിന്ന വെള്ളം ഒറ്റ ഫ്ലോയിൽ തന്നെ നേരെ ലൈബ്രറിയിലേക്ക് എത്തുകയായിരുന്നു. അപ്പം ആ സമയത്ത് ഒരു 10-40 ലൈബ്രറിയിൽ ഉണ്ടായിരുന്നതാണ് നമ്മൾ അറിഞ്ഞത്. അതിൽ കുറേ പേരൊക്കെ ഓടി രക്ഷപ്പെട്ടു, കുറേ പേരെ NDRF രക്ഷപ്പെടുത്തി. പക്ഷേ എങ്കിലും കുറേയേറെ കുട്ടികൾ അതിൽ ട്രാപ്പായി പോവുകയായിരുന്നു. भारत का ये सबसे बड़ा कोचिंग हब है। यहाँ पे कहाँ कहाँ से लोग आए हुए। आपने अभी एक बच्चे से बात की, हर लैंग्वेज के बच्चे आपको यहाँ मिल जाएंगे। मतलब जो एथनिसिटी की जो हमारी जो आइडेंटिटी है ना, वो यहीं पे आपको मिलेगी। पर यहाँ पे इतना ज़्यादा एक्सप्लोटेशन होता है कि भैया आप अगर सही टाइम पर आ जाते ना, तो यहाँ पे कितने बच्चों की जीवन बच जाती है, आपको याद भी नहीं हो. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. ബൽറാം, രാജ്യതലസ്ഥാനത്ത് ഇങ്ങനെയൊരു അപകടം വലിയ ഞെട്ടലുണ്ടാക്കുന്നതാണ്. അതിലൊരു മലയാളി വിദ്യാർത്ഥിക്കും ജീവൻ നഷ്ടമാവുന്നു. മരിച്ച നവീനുമായി ബന്ധപ്പെട്ട്, നവീൻ അപകടത്തിൽപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? വലിയ രീതിയിലുള്ള പ്രതിഷേധം വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വരുന്നുണ്ട്. അവർ പറയുന്നത് എന്താണ് ബൽറാം? റിജിത്ത്, ഈ അതീവ ദാരുണമായ ദുഃഖകരമായ ഒരു അപകടമാണ് ഡൽഹിയിലെ റാവൂസ് IAS കോച്ചിങ് സെന്ററിൽ ഉണ്ടായിരിക്കുന്നത്. 3 വിദ്യാർത്ഥികൾ ഈ അപകടത്തിൽ ഈ ഓടയിൽ നിന്നും വെള്ളം ലൈബ്രറിയിലേക്ക് ഇരച്ചു കയറിയുണ്ടായ അപകടത്തിൽ മരിച്ചിരിക്കുന്നു. അതിൽ ഒരാൾ മലയാളിയാണ്, എറണാകുളം സ്വദേശി നവീനാണ് എന്ന ദുഃഖകരമായ വിവരം കൂടി പുറത്തു വരുന്നു. പോലീസ് ഇക്കാര്യം ഔദ്യോഗികമായി ഇതുവരെയും പോലീസോ ജില്ലാ ഭരണകൂടമോ പുറത്തുവിട്ടിട്ടില്ല. അനൌദ്യോഗികമായി പോലീസ് വൃത്തങ്ങൾ അറിയിച്ചത് ഈ വിവരം. ഇപ്പോൾ രാജ്യസഭാ MP ഡോക്ടർ V ശിവദാസൻ, ഒപ്പം തന്നെ SFI അഖിലേന്ത്യാ പ്രസിഡന്റ് VP സാനു അടക്കമുള്ളവർ ഇവിടെ എത്തി വിദ്യാർത്ഥികളുമായി സംസാരിച്ചു. എന്താണ് അറിയാൻ കഴിയുന്നത്? ഇവിടെ മലയാളി വിദ്യാർത്ഥികളായിട്ടുള്ള കുറേ ആളുകൾ ഉൾപ്പെടെ ഉണ്ടല്ലോ. അപ്പോൾ അവരുൾപ്പെടെ രാത്രി 3 മണി വരെ വെള്ളം നീക്കുന്നതിനും ഒഴിവാക്കുന്നതിനൊക്കെയുള്ള പ്രവർത്തനങ്ങളിലൊക്കെ മുഴുകിയ ആളുകളൊക്കെയാണ്. അപ്പോൾ അവരുൾപ്പെടെ പറഞ്ഞിട്ടുള്ളത്, ഒന്ന് നമ്മുടെ ഇവിടുത്തെ പോലീസ് സംവിധാനത്തിൻ്റെയും മറ്റ് ഈ റെസ്ക്യൂ മാനേജ്മെൻറ്റ് അവരുടെ പരാജയം വളരെ പ്രധാനമാണ് എന്ന് പറയേണ്ടത്. ഒന്ന് കെട്ടിടത്തിൻ്റെ സ്ട്രക്ചർ, അങ്ങനെ പെട്ടെന്ന് വെള്ളം കയറി കഴിഞ്ഞാൽ ആളുകൾക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന ഒന്നല്ല ആ കെട്ടിടത്തിൻ്റെ സ്ട്രക്ചർ. അത് ഏതൊരാൾക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ അവിടെ ക്യാബിനുകളാക്കി തിരിച്ചിട്ടുള്ള ആ റൂമിനകത്ത് ഇങ്ങനെ വെള്ളം കയറിയപ്പോൾ ഒരു കാരണവശാലും അങ്ങനെ ഒരു കെട്ടിടത്തിന് അനുമതി കൊടുക്കാൻ പാടില്ലാത്തതാണ്. ഒരു വിദ്യാർത്ഥി സുഹൃത്ത് എന്നോട് പറഞ്ഞത്, ഇതേ ക്ലാസ് മുറിയിൽ അവൻ വന്ന് പഠിക്കുകയുണ്ടായി. പക്ഷേ 3 ദിവസം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു ക്ലാസ് മുറിയിലിരുന്ന് പഠിക്കുക എന്നുള്ളത് അപകടകരമാണ് എന്നുള്ളതിനാൽ അയാൾ ഇവിടുന്ന് പോയി എന്നാണ് പറയുന്നത്. ഡൽഹിയിലെ റാവൂസ് IAS സ്റ്റഡി സർക്കിളിലെ വെള്ളക്കെട്ടിൽ മരിച്ചവരിൽ മലയാളിയുമുണ്ട്. വലിയ രീതിയിലുള്ള പ്രതിഷേധം അവിടെ വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണ്. 3 വിദ്യാർത്ഥികൾക്കാണ്, മലയാളിയായ നവീൻ അടക്കം 3 വിദ്യാർത്ഥികൾക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത്. കൂടുതൽ വിദ്യാർത്ഥികൾ ഈ അപകടത്തിൽ ഉൾപ്പെട്ടിട്ടും അധികൃതർ അത് മറച്ചുവെക്കുന്നുണ്ട് എന്നുള്ള ആരോപണം, ഗുരുതരമായ അനാസ്ഥ എന്ന ആരോപണം വിദ്യാർത്ഥികൾ അധികൃതർക്കെതിരെ ഉന്നയിക്കുന്നുണ്ട്. ബൽറാം നെടുങ്ങാടി തുടരുന്നുണ്ട്. നേരത്തെ ബൽറാം വിവരങ്ങൾ പങ്കുവെക്കുന്നതിനിടയിലാണ് നമ്മൾ തിരുവനന്തപുരത്തുള്ള വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോയത്. എന്താണ് വിദ്യാർത്ഥികൾ പറയുന്നത്? അവരോട് സംസാരിക്കുമ്പോൾ കൂടുതൽ വ്യക്തമാവുന്നത് എന്താണ് ബൽറാം?
റിജിത്ത്, ശക്തമായ പ്രതിഷേധം വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും ഈ കാര്യത്തിൽ ഉയർന്നു വരികയാണ്. നിരവധി വിദ്യാർത്ഥികൾ ഇപ്പോൾ ഈ റാവൂസ് IAS സ്റ്റഡി സർക്കിളിൻ്റെ മുൻവശത്ത് കുത്തിയിരുന്ന് പ്രതിഷേധം തുടരുക തന്നെയാണ്. നേരത്തെ സ്വാതി മാലിവാൾ MP, ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭാ MP, ഇപ്പോൾ പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുകയാണ്. അവർ ഇവിടെ സന്ദർശിച്ച ഘട്ടത്തിൽ ശക്തമായ പ്രതിഷേധം സ്വാതി മാലിവാളിനെതിരെ ഉയർന്നിരുന്നു. ഗോ ബാക്ക് മുദ്രാവാക്യങ്ങൾ ഉയർന്നിരുന്നു. സ്വാതി മാലിവാൾ എന്നാൽ അല്പം വിദ്യാർത്ഥികളുമായി ഈ കാര്യത്തിൽ സംസാരിച്ചു. അതിനുശേഷമാണ് മടങ്ങിയത്. മടങ്ങുന്ന ഘട്ടത്തിൽ സർക്കാരിനും MCDക്കുമെതിരെ ശക്തമായ വിമർശനം അവർ ഉന്നയിക്കുകയും ചെറിയ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. അല്പസമയത്തിനകം തന്നെ ബൽറാം നെടുങ്ങാടിയിലേക്ക് തിരികെ എത്താം എന്നാണ് കരുതുന്നത്. ഡൽഹിയിലെ റാവൂസ് IAS സ്റ്റഡി സർക്കിളിലെ അപകടത്തിലാണ് മലയാളിയും ഉൾപ്പെട്ടിരിക്കുന്നത്. മലയാളിക്കും ജീവൻ നഷ്ടമായിരിക്കുന്നത്. മലയാളി അടക്കം 3 പേർക്കാണ് ഈ അപകടത്തിൽ ജീവൻ നഷ്ടമായിരിക്കുന്നത്. എറണാകുളം സ്വദേശി നവീനാണ് മരിച്ച മലയാളി. വലിയ രീതിയിലുള്ള പ്രതിഷേധം അവിടെ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ട്. ലൈബ്രറിയിലേക്കുള്ള ഗേറ്റ് തകർന്ന് ഓടയിൽ നിന്ന് വെള്ളം ഇരച്ചു കയറിയാണ് ഈ അപകടമുണ്ടായത് എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. ഏതാണ്ട് 40-50ഓളം വിദ്യാർത്ഥികൾ ആ സമയത്ത് ഉണ്ടായിരുന്നു. ബേസ്മെൻറ്റിലേക്ക്, ഈ മതിൽ തകർന്നതോടെ ബേസ്മെൻറ്റിലേക്ക് വെള്ളം ഇരച്ചെത്തുകയായിരുന്നു. അതാണ് ഈ അപകടത്തിന് വഴിവെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഗുരുതരമായ വീഴ്ച ചൂണ്ടിക്കാട്ടിക്കൊണ്ട്, അനാസ്ഥ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വിദ്യാർത്ഥികൾ അവിടെ പ്രതിഷേധിക്കുകയാണ്. സ്വാതി മലിവാൾ MP അവിടേക്ക് എത്തിയിരുന്നു. പക്ഷേ സ്വാതി മലിവാൾ MPക്ക് നേരെയും വലിയ രീതിയിലുള്ള പ്രതിഷേധം വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. ഒപ്പം തന്നെ ഒരു ആം ആദ്മി പാർട്ടി BJP പോരിലേക്കും കാര്യങ്ങൾ പോകുന്നുണ്ട്. ഈ സംഭവത്തിന് പിന്നാലെ ആം ആദ്മി സർക്കാരിൻ്റെ വീഴ്ച എന്നുള്ള വിമർശനം, രാഷ്ട്രീയ വിമർശനം ശക്തമായി BJP ഉയർത്തുന്നുമുണ്ട്. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ബൽറാം, തുടരാം. ബൽറാം, വിഷ്വൽ ഫ്രീസ. വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തിന് പിന്നാലെ വലിയ രീതിയിലുള്ള പോലീസ് സംവിധാനം അവിടേക്ക് എത്തുന്നുണ്ട്. പോലീസും വിദ്യാർത്ഥികളുമായി വാക്കേറ്റമുണ്ടാകുന്നത് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിരുന്നു. MPക്ക് നേരെ മാത്രമല്ല പോലീസിന് നേരെയും അവിടെയുള്ള വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ഉണ്ടാകുന്നു. ഡൽഹിയിലെ റാവൂസ് IAS സ്റ്റഡി സർക്കിളിലെ വെള്ളക്കെട്ടിലാണ് ഈ 3 പേർക്ക് ജീവൻ നഷ്ടമായത്, 3 വിദ്യാർത്ഥികൾക്ക് ജീവൻ നഷ്ടമായത്. രാജ്യതലസ്ഥാനത്ത് ഒരു IAS സ്റ്റഡി സർക്കിളിൽ തന്നെ ഇത്തരത്തിലൊരു അപകടം നടന്നു എന്നുള്ളത് വലിയ ഞെട്ടലുണ്ടാക്കുന്നതാണ്.